ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കോംബോ റെസിപ്പിയാണ്. യമനി റൊട്ടിയും പിന്നെ അതിന് കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബീഫ് കറിന്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യമനി റൊട്ടിന്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിടാം ആദ്യം തന്നെ ഞാനിതാ ചോറ് എടുത്തിട്ടുണ്ട്. ചോറ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ പുഴുങ്ങലരിന്റെ ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 4 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഇത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം തന്നെ ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്നും കൂടി കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഈ ഒരു ഇതിൽ നല്ലോണം തന്നെ കുഴച്ചിട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ടെടുക്കാം. അതായത് ചപ്പാത്തിനേക്കാളും ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് എടുക്കാം. നമ്മൾ ബട്ടൂരികളാക്കുന്ന ആ ഒരു രീതിയിൽ സോഫ്റ്റ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കാം. നല്ല ഓവർ സോഫ്റ്റ് ആകാൻ പാടില്ല, എങ്കിലും ഈ ഒരു രീതിയിൽ ഈ ഒരു ലെവലിൽ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പം ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. അതേപോലെ അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ആയിട്ട് എടുക്കണം. ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കെല്ലാം ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലാക്കാം. പക്ഷെ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതാ ഞാനെല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അതിനു വേണ്ടി ചെയ്താൽ ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ മൈദയും ഒരു പാത്രത്തിൽ ഓയിലും എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് പരത്തിയെടുക്കാം. ആദ്യം കുറച്ചൊന്ന് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്ത ശേഷം ഇതാ ഇതിന് മേലേക്ക് നമുക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ഒരു സൈഡിൽ നിന്ന് ഫസ്റ്റ് മടക്കാം. എന്നിട്ട് ആ ഒരു സൈഡ് ഫസ്റ്റ് ഓയിൽ തേക്കാം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു സൈഡിലും ഓയിൽ തേക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കുന്നോറും ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മടക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പരത്തിയിട്ട് മടക്കിയെടുക്കാം. ഞാനിതാ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം ഒന്നുകൂടി. അപ്പം ഞാൻ അതാ ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമ്മൾ പരത്തിയ ആ ഒരു റൊട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിന് നമുക്കിതിലേക്ക് ഓയിൽ ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം. ഓയിൽ അത്ര കുറയൊന്നും തേക്കണ്ട, കുറച്ച് മതി. കാരണം പരത്തുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ഒരു സൈഡിലും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 സൈഡ് നമുക്ക് ആക്കിയെടുക്കാം.
അപ്പോൾ ഇതാ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ലെയർ ആയിട്ട് കിട്ടും കേട്ടോ. സൈഡിൽ ഇങ്ങനെ ലെയർ ആയിട്ട് അങ്ങനെ കിട്ടും നമ്മൾ മടക്കി എടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ നമ്മളെ യമനി റൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കേണ്ട ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. ഞാൻ മല്ലി മുഴുവനായിട്ടാണ് ചേർക്കുന്നത്. ഞാൻ എല്ലാം മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇത് ഞാനിപ്പോൾ ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇല്ല എങ്കിൽ, മുഴുവനായിട്ട് ഇല്ല എങ്കിൽ ഇതിൻ്റെ പൊടി കുറച്ച് കഴിഞ്ഞിട്ട് കറി ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മളെ ക്യൂമിൻ സീഡ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ എല്ലാം പൊടികളാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ട് പൊടിക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലേവർ കിട്ടും, അതുകൊണ്ടായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. തരികളോട് കൂടി തന്നെ പൊടിച്ചെടുക്കാം. പിന്നെ ഇതാ അത് പൊടിച്ചെടുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ മിക്സീൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫസ്റ്റ് ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ബട്ടറിൽ ചെയ്യാം, അതല്ല എങ്കിൽ ബട്ടർ ഇല്ല എങ്കിൽ RKG പോലത്തെ ഫ്ലേവർ വരുന്ന ടൈപ്പ് നെയ്യ് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നാൽ നമുക്ക് ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് ലോ ആക്കി വെക്കാം. ബട്ടർ അല്ലെങ്കിൽ കളറൊന്ന് വല്ലാണ്ട് അങ്ങ് ചൂടായി കഴിഞ്ഞാൽ കളറൊന്ന് ചേഞ്ച് ആയി പോവും. അപ്പോൾ ഇതാ ഞാനിപ്പം സ്പൈസസ് എടുത്തിട്ടുള്ളത് 3 ഏലക്കായി എടുത്തിട്ടുണ്ട്, 4-5 കറാമ്പ്, 2 പീസ് പട്ട, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം എടുത്തത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കഴുകിയിട്ട് വെള്ളം കളഞ്ഞെടുത്ത ബീഫാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ നെയ്യും എല്ലാം ഉള്ള അങ്ങനത്തെ പീസ് എടുക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അത് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത ആ ഉള്ളിയും പച്ചമുളകും അതിൻ്റെ എല്ലാം ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഴുവനായിട്ട് എടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചത്. അപ്പം നിങ്ങൾ പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ആ പൊടിച്ച ആ ഒരു ഇത് ചേർത്ത് കൊടുത്ത് ആ ഒരു ടൈമിൽ നിങ്ങൾ കുരുമുളക് പൊടിയും അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയെല്ലാം ആ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ 7 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. സാധാരണ ബീഫിന് ഞാൻ 7 വിസിൽ അടുപ്പിക്കൽ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ബീഫ് എങ്ങനെ വേവിക്കലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇതാ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതങ്ങനെ ഗ്രേവി തിക്കായിട്ടാണ് ഉണ്ടാവാൻ, അങ്ങനെ നല്ല ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാവാൻ. പിന്നെ ഇതാ ഞാനിപ്പം 1/2 കപ്പ് തൈര് ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക്
കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അങ്ങനെ ഓവറായിട്ട് തിളപ്പിച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ ബട്ടറിൽ അല്ലെങ്കിൽ RKGയിൽ അങ്ങനെ ഫ്ലേവർ വരുന്ന ആ ഒരു നെയ്യിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഇതാ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യമനി റൊട്ടിയും ഈ ഒരു ബീഫ് കറിയും നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.